അല്ല ഒറിജിനൽ പേര് ഞാൻ ഓർക്കൂല. നാളെ ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറയാട്ടോ ഇവിടെ ഇരുന്നാ ഉറങ്ങിപ്പോന്നു. ഞാൻ വയലിട്ട് ചവച്ചോണ്ടിരിക്കുക. ചൂട് കൊണ്ട് എനിക്ക് എല്ലാവർക്കും ഭ്രാന്തായിരിക്കും. പിന്നെ പറതല പിടിച്ച് എല്ലായിടും മൊത്തം അളിഞ്ഞ് പുളിഞ്ഞ് ഒരു രക്ഷയില്ല അല്ലേ ചൂട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാ മാർച്ച് ഇപ്പൊ ഇന്ന് 14 14 ശനി ആയിട്ടുള്ളൂ. ഇനി മാർച്ച് ഫുള്ള്, ഏപ്രിൽ ഫുള്ള്, അയ്യോ ഏപ്രിൽ ഫുള്ള്, മെയ് ഏതാണ്ട് മുക്കാലും. അത് കഴിയുമ്പോ മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അതൊന്നുമല്ല കാര്യം. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പോയായിരുന്നു. വർക്കിംഗ് ഡേയിലാ പോയത്. അപ്പൊ ഈ വർഷത്തെ രണ്ടാമത്തെ ചക്കയാണ്. ആദ്യത്തെ വല്യപ്പടെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഓട്ടുപ്ലാവിന്റെ ചക്ക. ഇതാ നമ്മുടെ ഇവിടുത്തെ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടില്ല, ആയിട്ടില്ല. നമ്മുടെ ബഡിലുണ്ടായിട്ടില്ല. കഴിഞ്ഞ പോലെ ഒരെണ്ണം ഉണ്ടായി. അതില് നേരത്തെ നട്ടതില്ല. പിന്നെ നമ്മുടെ ഉണ്ടായില്ല. പക്ഷെ നമുക്ക് ചക്ക വരവുണ്ട്. അവിടെ ചെന്ന് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചക്ക മൂത്തില്ല. ഇപ്പറേ വന്നപ്പോൾ നോബിയുടെ അവിടെ ചെന്നപ്പോൾ ഒരു രസകരമായ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന്റെ അവിടെ ബഡ് പ്ലാവേല് ചക്ക കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ചക്ക മൂത്തില്ല എന്ന് അറിയാം. അപ്പൊ കുഞ്ഞമ്മ പറഞ്ഞു അവിടെ ചക്ക മൂത്തില്ലായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ സീന പറഞ്ഞു കുഞ്ഞേച്ചി ഗേറ്റിന്റെ അവിടെ ഉണ്ട്, നമുക്ക് ഇട്ടെടുക്കാന്ന് പറഞ്ഞു. സന്ധ്യയായി. നോബി അവിടെ ഇല്ല. നോബി ഓഫീസിൽ പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ സന്ധ്യയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് പോരുകയും ചെയ്യണം. അപ്പം സീനയോട് ഞാൻ പറഞ്ഞു ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീന പറഞ്ഞു താഴെ കുഞ്ഞിച്ച് കിടക്കണം, മണ്ണിൽ മുട്ടിക്കിടക്കും ആ ഗേറ്റിന്റെ അവിടെയുള്ള. അപ്പം പെട്ടെന്ന് നോബിയുടെ മോൻ ആലോചിക്കട്ടെ അവന്റെ ശരി പേര് അലൻ. ഞങ്ങള് മോനൂട്ടൻ അല്ല ഒറിജിനൽ പേര് ഞാൻ ഓർക്കൂല. അവന്റെ മോനൂട്ടാന്ന് വിളിക്കണോണ്ട് വിഷമാവും. അലൻ ഒഫീഷ്യൽ നെയിം അലൻ നോബിൾ പോൾ. അപ്പൊ ഇച്ചാച്ചന് ഈ കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ നടന്നു വന്ന് സന്ധിക്കുന്നത് ഇടാനൊന്നും മുട്ടിനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ രാത്രി ഒന്നും വിഷയമല്ല. അപ്പൊ അവൻ പറഞ്ഞു കത്തിങ്ങി എടുത്തോ അമ്മയെന്ന് പറഞ്ഞു സീനയോട്. സീനയും മോനൂട്ടനും കുഞ്ഞമ്മയൊക്കെ കൂടെ വന്ന് താഴെ കിടന്നത് കട്ട് ചെയ്തെടുത്ത് അവനോട് പറഞ്ഞതിനും പാവം ഒരെണ്ണം അങ്ങ് കട്ട് ചെയ്ത് അതെടുക്കായിരുന്നു. അപ്പേ അമ്മ അതൊക്കെ മൂത്ത അമ്മയെന്ന് സീനയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി വേറെ കട്ട് ചെയ്യണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഞാനിവിടെ കൊണ്ടുവന്നേ കോടാലിയും കൊണ്ട് പിളർന്നു വെച്ച് 2-3 ദിവസമായിട്ടോ അനങ്ങാഞ്ഞോണ്ട്. പക്ഷെ അത് പഴുത്തു നല്ല മധുരമുണ്ട്. ഞാൻ അരികിലെ പൊളിച്ചെടുത്ത് തിന്നു നോക്കി, നല്ല മധുരമുണ്ട്. അപ്പൊ സീന പറഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചക്കക്കുരു അകത്തിരുന്ന് മുളയ്ക്കും, പിന്നെ പച്ചയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ് പോലെയുണ്ട്, അതുകൊണ്ട് പഴുപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്നു വിട്ടതാ. ആ ഒപ്പം തന്നെ ദേ തന്നു വിട്ട ഒരു കൂഴച്ചക്ക അതേ ആയിരിക്കണേ. അത് അനങ്ങിയിട്ടില്ല. ഉണ്ടച്ചക്ക അത് അനങ്ങിയിട്ടില്ല. അത് കേടായി പോകുന്നു തോന്നുന്നു, മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആ കൂടെ തന്നു വിട്ടതാട്ടോ. അപ്പൊ നമുക്ക് കത്തേലും കയ്യേലും ഒക്കെ പെരട്ടിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ. എന്നാലും വിളങ്ങീനാവും, നമുക്ക് കട്ട് ചെയ്യാം. എന്നാണെങ്കിലും വിളങ്ങീനാവും എന്ന് പറഞ്ഞ് ചക്ക വെട്ടായിരിക്കാൻ പറ്റും? അത് പറ്റില്ല. എനിക്ക് ഈ അരിവാളും കണ്ട വലിയ നിശ്ചയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തിയും കണ്ട് കോടാലി കണ്ട് ഇങ്ങനെ പിളർന്ന് വെച്ച് ഞാൻ കത്തിയും കണ്ട് എടുക്കണം. അതിന് പറ്റിയൊരു കത്തി ഉണ്ടല്ലോ. കോടാലി വെച്ചുള്ള അമ്മയുടെ ചക്ക വെട്ടല് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പച്ചച്ചക്ക. ഇനിയിപ്പോ വല്യപ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ മൂത്ത് തുടങ്ങി വേവിക്കണ ചക്ക. എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇട്ടോണ്ട് പോരാന്ന്. ഇപ്പൊ ഒരു ദിവസം സൂക്ഷിക്കാം നമുക്ക്. മഴ അല്ല മീൻകറി തിന്നാറാകുമ്പോ വെക്കാം. അല്ലാതെ അമ്മ വെക്കാൻ അങ്ങനെ ഉദ്ദേശിക്കണില്ല. അപ്പ ചോദിക്കും കേട്ടോ മീൻകറി ഇല്ലെങ്കിൽ എന്നെ വെച്ചാൽ. ഞാൻ പറഞ്ഞേ മീൻകറിയൊക്കെ കഴിക്കാറാകുമ്പോ ഇച്ചിരി കേടുണ്ട്, പക്ഷെ നമുക്കങ്ങ് മാറ്റാം, മധുരമുണ്ട്. അല്ല അപ്പൊ അത് ചക്കയിൽ കേട് തന്നെ ആരുടെയും തകരാറല്ലല്ലോ. നമുക്ക് ഏതായാലും പിളരാം അല്ലേ, കുറച്ചുകൂടെ അതിൽ നിന്ന് എടുത്ത് പിളരാം. പിന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും വേനലും ആയതുകൊണ്ട് മധുരം ഉള്ളതുകൊണ്ട് തിന്നാൻ താല്പര്യമായിരിക്കുമല്ലോ. ചക്ക മാങ്ങയൊക്കെ എല്ലാവർക്കും ഒരു ഹരാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതില്ലേ നാളെയും കൂടെ എടുത്തേച്ച് ബാക്കിയുള്ളത് നമുക്ക് വേവിച്ചെടുത്തേച്ച് അടുത്ത ആഴ്ചയിലും അട ഉണ്ടാക്കാം. അതിന് കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ മാറ്റാം. കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് നമ്മളീ പൊളിച്ചോണ്ടിരിക്കണേ. കഴിഞ്ഞ പോലെ നീ അത് പറഞ്ഞായിരുന്നത് കൂഴച്ചൊക്കെയാണ് ഇങ്ങനെ ഈ കാണിക്കുമ്പോ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത്. ഇത് വിരിയൂല കേട്ടോ അങ്ങനെ. ഇത്രയൊക്കെ വിരിയുള്ളൂ. അത് ഞാൻ ഇവിടെ ഇച്ചിരി കൂടെ കട്ട് ചെയ്യാം. വേണ്ട മൊത്തം കട്ട് കളയണ്ട. ചക്കപ്പഴം അതെ പോണ്ട. കഴിക്കാം നമുക്ക്. നല്ല മധുരമുണ്ട്. നാളത്തേക്ക് ശരിക്കും വെളുപ്പാവുള്ളൂ. അമ്മ ഇവിടെ തിന്നു തുടങ്ങി. ഞാൻ ഉരിയണത് വെള്ളയ്ക്ക് അധികം വെച്ചു. അറിയണ്ടേ? ഞാനിവിടെ കൊതി പിടിച്ചിരിക്കുക. പിന്നെ ഉഷ്ണം എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ മഴ കിട്ടണുണ്ടോ? നമ്മുടെ ആർക്കെങ്കിലും? ഞങ്ങൾക്കിവിടെ
രണ്ടാഴ്ച മുമ്പ് 1-2 മഴയൊക്കെ കിട്ടി, പക്ഷെ ഒരു വിശേഷവും ഇല്ല അല്ലേ. ഇന്നാളെ ഒരു കമന്റ് ഉണ്ടായിരുന്നേ, ഉം. ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ചൂടാണോന്ന്. ആ ശരിയാ ചോദിക്കണത്. ചെലപ്പോ ആ ചൂട് ചെലപ്പോ കുറവായിരിക്കാം. അല്ല നമുക്ക് ആ ചൂട് ഇവിടെ നമ്മുടെ കുഞ്ഞോള് വരുമ്പോ പറയും നമുക്ക് ഇത്രയും മരം ഉള്ളതുകൊണ്ട് ഭയങ്കര ആശ്വാസം ഉണ്ടല്ലോ ചേച്ചി. അവരൊക്കെ നിൽക്കുന്നിടത്ത് ഭയങ്കര താമസിക്കുന്നിടത്ത് ഭയങ്കര ചൂടാ, ഇവിടെയും മരങ്ങള് തണലുള്ളത് കൊണ്ട്. പക്ഷെ മുറ്റത്തൊക്കെ ഭയങ്കര വെയിലാന്നേ, മുറ്റത്ത് അറിയാലോ, ആ മാവിൻ്റെ ഒക്കെ കൊമ്പ് വെട്ടിയതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 2 വശത്തേക്ക് ഡോറങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും. പണ്ട് ഓർക്കുണ്ടോ ഇവിടെ അപ്പം സ്ഥിര കസേരയായിട്ട് ഇരുന്നോണ്ടിരുന്നത്. നാളെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറയാം കേട്ടോ, ഇവിടെ ഇരുന്നാ ഉറങ്ങിപ്പോകുന്നു. തിന്നോണ്ടിരിക്കുക. ഞാൻ വായിലേക്ക് വെക്കണ്ട അവിടെ നിന്ന്. അധികം വിളഞ്ഞീനില്ല, വിളഞ്ഞീൻ കളയാൻ ചിരട്ട വെച്ചേക്കണേ. കുറവാ അല്ലേ? ഈ വിളഞ്ഞീനില്ലാത്ത ചക്കയുണ്ട് ഇപ്പൊ. ആ അത് നമുക്ക് ഒരെണ്ണം നടാട്ടോ. ഞാൻ കേട്ടിട്ടില്ല. ആ അതുണ്ട്, ഈ ഹോം ഗ്രൗണ്ടിനുണ്ട്. നമുക്ക് ഈ വർഷത്തെ ഹൈബ്രിഡ് ഇങ്ങനെയല്ലേ അല്ലേ? ഈ വർഷത്തെ മഴക്കാലത്തെ നടണം. വിളഞ്ഞീനില്ലാത്ത ചക്ക, അത് നല്ലതല്ലേ? വളരെ നല്ലതാ. പിന്നെ അതുപോലെ ഒരു ചെമ്പരത്തി വരിക്ക നടണം, ചുവന്നിരിക്കും. അത് നട്ടില്ല അല്ലേ? ഓറഞ്ച് ചാക്ക നട്ടേക്കണേ. ചെമ്പരത്തി വരിക്ക നമ്മൾ നട്ടിട്ടില്ല, അത് കേരളത്തിന്റെ തന്നെ ചക്കയാ. ഓറഞ്ച് ചാക്ക് വിയറ്റ്നാമാ. ഓ അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഞാൻ ചുമപ്പുകളുടെ കാണുമ്പോ ഞാൻ 2 ഒന്നാന്ന്. അല്ലല്ല, പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഓറഞ്ചാ നട്ടിരിക്കണേ. ചെമ്പരത്തി വരിക്കാന്നും പറഞ്ഞ നാടൻ ടൈപ്പ് ഉണ്ട്, അത് അങ്ങനെയുണ്ട്. നമ്മുടെ ചക്ക ഇനി എന്നൊന്ന് കിട്ടുവോ? അത് കൂഴയാണ് നോക്കിയിരിക്കണേ, ബ്ലും ബ്ലും തിരിക്കും. എനിക്കൊന്ന് വറക്കണമെന്നുണ്ട് ഇതിലെ മൂത്ത് കഴിയുമ്പോ. ഇതിലേ വറക്കണ പ്ലാവയിലെ ചൂടാണ്, അതാണ്. പിന്നെ ഗ്യാസ് ഒരു വിഷയമാണല്ലോ വെച്ചേ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഗ്യാസ് പണിക്ക് അധികം പോവണ്ട. ഗ്യാസ് ശരിയാവട്ടെ. LPG ഏതായാലും അവിടെ നിന്ന് പോന്നു. പക്ഷെ താമസം എന്നാലും വിട്ട് കിട്ടിയില്ലേ, അതാ ആശ്വാസം. ചക്ക ഈ വർഷം കഴിക്കാൻ പറ്റാത്തവര് മൊത്തം ഈ ചക്കപ്പഴം എടുത്തോട്ടോ. നല്ല മധുരമുള്ള കിടിലൻ ചക്കപ്പഴം. പ്ലേറ്റിലേക്ക് വെച്ചില്ല കേട്ടോ, പ്ലേറ്റിലേക്ക് ലാസ്റ്റ് വെക്കാം. പ്ലേറ്റ് ഞാൻ എടുത്തോണ്ട് വരാം. കഴിക്കാം. ഞാൻ കഴിച്ചു, അതുകൊണ്ട് എനിക്കിനി വേണമെന്നില്ല. പൊളിക്കുമ്പോ